അഭിഷേക് ബച്ചനും ഐശ്വര്യ റായുമാണ് ബോളിവുഡിൽ കഴിഞ്ഞ കുറെ നാളുകളായുള്ള സംസാര വിഷയം. ഇരുവരും വേർപിരിയുന്നു എന്ന ഗോസിപ്പ് പ്രചരിക്കാൻ തുടങ്ങിയിട്ട് ഏറെക്കാലമായി. ഐശ്വര്യയ്ക്കൊപ്പം പൊതുവിടങ്ങളിലൊന്നും അഭിഷേകിനെ കാണാതായതോടെയാണ് ഗോസിപ്പുകൾ വന്നത്. ഐശ്വര്യയും അഭിഷേകിന്റെ വീട്ടുകാരും തമ്മിൽ ഇന്ന് വലിയ അടുപ്പം കാണാത്തതും അഭ്യൂഹങ്ങൾക്ക് കാരണമായി. ഗോസിപ്പുകളോട് താരകുടുംബം പ്രതികരിച്ചിരുന്നില്ല. ബോളിവുഡിൽ വലിയ തോതിൽ ഈ വിഷയം സംസാരമായിട്ടും അഭിഷേകോ ഐശ്വര്യയോ പ്രതികരിക്കാത്തത് പലർക്കും കൗതുകമായി. ഐശ്വര്യയുടെ ആരാധകർ അഭിഷേകിനും കുടുംബത്തിനുമെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് നടത്തിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഐശ്വര്യ അഭിഷേകും ഒരുമിച്ചുള്ള ഫോട്ടോ പുറത്തു വന്നതോടെ അഭ്യൂഹങ്ങൾ അവസാനിച്ചു. മുംബൈയിൽ നടന്ന ഒരു വിവാഹ ചടങ്ങിലാണ് അഭിഷേകും ഐശ്വര്യയും ഒരുമിച്ചെത്തിയത്. ഇപ്പോഴിതാ മകൾ ആരാധ്യയെ കൂടാതെ രണ്ടാമതൊരു കുഞ്ഞുകൂടെ വേണ്ടേ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് അഭിഷേക് ബച്ചൻ. റിതേഷ് ദേശ്മുഖിന്റെ ഷോയിൽ അതിഥിയായി എത്തിയതായിരുന്നു നടൻ. ഷോയിൽ രസകരമായ സംസാരങ്ങൾക്കിടെ ആരാധ്യയ്ക്ക് ശേഷം മറ്റൊരാൾ വരുമോ എന്ന് റിതേഷ് ചോദിച്ചു. അടുത്ത തലമുറയിൽ കാണാമെന്ന് അഭിഷേക് ബച്ചൻ മറുപടി നൽകി. ആരാധ്യയുടെ അടുത്ത തലമുറയാണ് നടൻ ഉദ്ദേശിച്ചത്. ഇത് കേട്ട റിതേഷ് വിട്ടില്ല. ആരാണ് അത്രയും കാത്തിരിക്കുക എന്ന് അദ്ദേഹം ചോദിച്ചു. പുഞ്ചിരിച്ച അഭിഷേക്, മൂത്തവരെ ബഹുമാനിക്കൂ റിതേഷ്, ഞാൻ നിന്നേക്കാൾ പ്രായമുള്ളയാളാണെന്ന് പറഞ്ഞു. റിതേഷ് അഭിഷേകിന്റെ കാൽ തൊട്ട് വണങ്ങുകയും ചെയ്തു. അതേസമയം ഒരു കാലത്ത് ആരാധകരുടെ പ്രിയപ്പെട്ട ബോളിവുഡ് ജോഡിയായിരുന്നു അഭിഷേക് ബച്ചനും ഐശ്വര്യ റായും. 2007 ഇരുവരുടെയും വിവാഹം നടന്നത്. 2011 ആരാധ്യ ജനിക്കുന്നത്. 38 വയസ്സിലാണ് ഐശ്വര്യ അമ്മയാകുന്നത്. നടിയുടെ പ്രായം ഇന്ന് 51. അമ്മയായ ശേഷം ഐശ്വര്യയുടെ ലോകം തന്നെ ആരാധ്യയാണ്. മകൾ ജനിച്ച ശേഷം വിരലിലെണ്ണാവുന്ന സിനിമകളിലെ ഐശ്വര്യ അഭിനയിച്ചിട്ടുള്ളൂ. മകളുടെ കാര്യങ്ങളെല്ലാം താൻ തന്നെ നോക്കണമെന്ന് ഐശ്വര്യക്ക് നിർബന്ധമുണ്ട്. അതേസമയം ആരാധ്യ വലിയ കുട്ടിയായിട്ടും ഐശ്വര്യ തന്റെ നിഴലിൽ തന്നെ നിർത്തുന്നതിൽ സോഷ്യൽ മീഡിയയിൽ വിമർശനം വരാറുണ്ട്. എന്നാൽ അത്തരം വിമർശനങ്ങളൊന്നും ഐശ്വര്യ മൈൻഡ് ചെയ്യാറില്ല.